വിശാലിന്റെ ഇന്നലത്തെ അവസ്ഥ കണ്ട് തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആരോഗ്യവനായ ഒരു മനുഷ്യൻ, വെറും 47 വയസ്സ് മാത്രം പ്രായം, അതിലുമുപരി പാൻ ഇന്ത്യൻ സ്റ്റാർ ലെവലിലേക്ക് വളർന്ന, ആളുകളൊക്കെ തന്നെ വിസ്മയിപ്പിച്ച, ഒരുപാട് ആക്ഷൻ സിനിമകൾ ചെയ്ത, ഏതു തരത്തിലുള്ള കഥാപാത്രവും തന്റെ കയ്യിൽ ഭദ്രമാണെന്ന് തെളിയിച്ച, ഇനിയും ഒരുപാട് ഉയർച്ചകൾ താണ്ടുമെന്ന് എല്ലാവരും തന്നെ പ്രതീക്ഷിച്ച ആ മനുഷ്യന്റെ ഇന്നലത്തെ അവസ്ഥ കണ്ട് തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ഞെട്ടിപ്പോയി. കാരണം സ്വന്തം കണ്ണട പോലും തനിക്ക് ഒറ്റയ്ക്ക് വെക്കാൻ പറ്റാത്ത അവസ്ഥ, ഇരിക്കാനോ നടക്കാനോ പരസഹായം വേണ്ടുവന്ന അവസ്ഥ, ഒരു രോഗം ഒരു മനുഷ്യനെ എത്രമാത്രം മാറ്റും എന്നതിന്റെ തെളിവായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ വിശാലിന്റെ അവസ്ഥ. എല്ലാവരും തന്നെ ആരോഗ്യം സംരക്ഷിക്കുവാൻ വേണ്ടി പെടാപ്പാട് പെടുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചും സിനിമാ മേഖലയിലുള്ളവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അവർ കൃത്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കുകയും എല്ലാം കൃത്യമായ രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുകയും തൻ്റെ ആരോഗ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവർ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഒക്കെയും തന്നെ വ്യക്തമായ ഉദാഹരണമാണ് മമ്മൂട്ടി അടക്കമുള്ള സിനിമയുടെ താരങ്ങൾ. 72-ാം വയസ്സിലും മമ്മൂക്കയുടെ ചുറുചുറുക്കൊന്നും ഇപ്പോഴത്തെ യുവാക്കൾക്ക് ഇല്ല എന്ന് പല ആളുകളും പറയാറുണ്ട്. എന്ത് തന്നെയായാലും വെറും 47 വയസ്സ് മാത്രം പ്രായമുള്ള വിശാലിന് എന്താണ് ശരിക്കും സംഭവിച്ചത്? വിശാലിന് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന രീതിയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഉടനീളം വരുന്നത്. അതിൽ കൂടുതൽ ആളുകളും അഭിപ്രായപ്പെടുന്നത് ഒരു സിനിമയ്ക്ക് വേണ്ടി അതിൽ തന്റെ കണ്ണിലേക്ക് നടത്തിയ ശസ്ത്രക്രിയ ശരീരത്തിന്റെയും തലച്ചോറിന്റെയും പ്രവർത്തനങ്ങൾക്ക് സാരമായി ബാധിച്ചു എന്ന രീതിയിൽ ഒരുപാട് ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ സിനിമയ്ക്ക് പുറത്ത് സിനിമാ സംഘടനയ്ക്ക് മേലുള്ള ആധിപത്യം, അതിന്റെ ചുമതല മുഴുവനും തന്റെ തലയിലേറ്റൽ, അങ്ങനെ പലതരത്തിലും അതിനോടുള്ള അടങ്ങാത്ത ആർത്തി കാരണം പല സമയത്തും പലതരത്തിലുള്ള പ്രശ്നങ്ങളിലും അദ്ദേഹം ചെന്നുപെടാറുണ്ടെന്നും അതിൻ്റെയൊക്കെയും തന്നെ റിയാക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലും ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. തമിഴ് സിനിമാ സംഘടനയുടെ തലപ്പത്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വിശാലിന്റെ സ്ഥാനവും. എന്നാൽ ഇതൊന്നുമല്ല കാരണം, ഓവറായിട്ടുള്ള ഹാർഡ് വർക്കിങ്ങും മറ്റു കാര്യങ്ങളുമാണ് ഇതൊക്കെ തന്നെ സംഭവിക്കാൻ കാരണം എന്ന രീതിയിലും, അതിലുമുപരി കലശലായ പനിയുള്ള സമയത്താണ് ഇതുപോലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന രീതിയിലും പല ആളുകളും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ വ്യക്തമായ കാരണം എന്തെന്ന് വിശാലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോ ഇതുവരെ പറയാനും തയ്യാറായിട്ടില്ല. സിനിമയോടുള്ള അടങ്ങാത്ത ആത്മാർത്ഥത കാരണം ഇതുപോലെ പല ആളുകൾക്കും മുമ്പും സംഭവിച്ചിട്ടുണ്ട്. മലയാളത്തിന്റെ സ്വന്തം പൃഥ്വിരാജും ഇതുപോലെ ആരും തന്നെ സമ്മതിക്കാത്ത, ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വമ്പൻ എഫക്ട് എടുത്ത് തന്നെയാണ് ആടുജീവിതത്തിലൊക്കെയും തന്നെ അഭിനയിച്ചിട്ടുള്ളത്. പക്ഷേ വിശാലിനെ സംബന്ധിച്ചിടത്തോളം അവസാനം ഒരുപാട് വർഷമായി അദ്ദേഹം സൈക്കിളിലൊക്കെ ആയിരുന്നു പലപ്പോഴും യാത്ര ചെയ്തിരുന്നത്. പലപ്പോഴും തന്റെ വാഹനത്തെ ഉപേക്ഷിക്കുകയും സൈക്കിളിലൂടെ തന്നെ പലയിടത്തേക്ക് പോവുകയും മറ്റും ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആരോഗ്യമാണ് പ്രാധാന്യം എന്ന രീതിയിലും ഒക്കെയുമായിരുന്നു സംസാരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹത്തിന് കാര്യമായ എന്തോ ആരോഗ്യ പ്രശ്നമുണ്ട്, അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇതുപോലെ അദ്ദേഹം ജീവിക്കാൻ ശ്രമിച്ചത് എന്ന രീതിയിലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ആയി പോയത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെ വ്യക്തമായ രീതിയിൽ ഒരു ഉത്തരം നൽകാൻ ആരെക്കൊണ്ടും സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പല ആളുകളും പറയുന്നത് അവരുടെ തിയറിയും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളുമാണ്. എന്നാൽ ശരിക്കുമുള്ള അഭിപ്രായം പറയേണ്ടത് ഇത് വിശാലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോ മാത്രമാണ്. തുപ്പരിവാലൻ 2 അടക്കമുള്ള ഒരുപാട് ബിഗ് ബജറ്റ് ചിത്രങ്ങളൊക്കെ തന്നെ വിശാലിൻ്റെതായി പുറത്തു വരാൻ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സിനിമകൾക്കൊക്കെ അതീവ പ്രാധാന്യത്തോടെ തന്നെയായിരുന്നു തമിഴ്നാട് അടക്കമുള്ള വിശാലിൻ്റെ ഒരുപാട് ആരാധകർ കാത്തിരിക്കുന്നത്. ആ സമയത്തായിരുന്നു ഇതുപോലൊരു സംഭവം ഉണ്ടാവുന്നതും എല്ലാവരെയും തന്നെ ഞെട്ടിപ്പിക്കുന്നതും. എന്തു തന്നെയായാലും പെട്ടെന്ന് തന്നെ ആരോഗ്യവനായി ആ മനുഷ്യൻ തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമുക്ക് ആശിക്കാം.